ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ബറാത്തിൻ്റേതാണ്. ഗോതമ്പ് കഞ്ഞി വെക്കലും മന്തിയുടെ റെസിപ്പി ആയിട്ടുമാണ് വന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പം എനിക്കെല്ലാവരും സപ്പോർട്ട് വേണം. ഇൻഷാ അല്ലാ ആരും കമൻ്റ് ഒന്നും ഇടല്ല. ഞാൻ കുറേ വീഡിയോ ഇട്ടിന്, അപ്പോൾ ഒരാളും ഒരു കമൻറ്റും ഇട്ടിട്ടില്ല ഇതുവരെക്കായത്. ഇനി എൻ്റെ വീഡിയോയ്ക്ക് താഴെ നല്ലതായെങ്കിലും പോസിറ്റീവായും നെഗറ്റീവായും നല്ല കമൻറ്റ് ഇടണം. അപ്പോൾ ഇൻഷാ അല്ലാ അപ്പം നമ്മുടെ ഇന്നത്തെ ബറാത്ത് രാവിലെ വിശേഷങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ ബറാത്തിനൊന്നും ഭയങ്കര ഇതൊന്നുമില്ല. പണ്ടല്ലെങ്കിൽ ഞങ്ങൾ ചെറിയപ്പോൾ ഉണ്ടാകുന്ന ആളില്ലേ, ബറാത്ത് നിന്നുമ്പോൾ ഭയങ്കര ഒരു നമുക്കെന്താ പെരുന്നാനം കാട്ടി ഒരു വലിയ ഒരിതാണ്. പിന്നെ ഒരു ദിവസം മുന്നേ തേങ്ങ ചിരകി വെക്കലും തേങ്ങ ഒലിച്ച് വെക്കലും പിന്നെ പാലെടുക്കലും തേങ്ങാപ്പാൽ, അത് പച്ചത്തേങ്ങൻ്റെ അങ്ങനെ പാല് പച്ചത്തേങ്ങ വേണം, അത് അതിലേക്ക് നല്ലത് പച്ചത്തേങ്ങൻ്റെ വെക്കലും പിന്നെ ചിരണ്ടി പാലെടുക്കലും പിന്നെ വലിയ ചെമ്പ് എന്നല്ല പറയില്ലേ അതിൽ പിന്നെ ഗോതമ്പ് വെക്കലും. ഗോതമ്പ് ഇപ്പോഴാണ് വെക്കാൻ കഴിഞ്ഞത്. മുമ്പെല്ലാം നമ്മൾ എന്തൊക്കെ ചോറ് വെക്കുന്ന അരിയില്ലേ, ആ അരിയിലാണ് നമ്മൾ ചക്കര കഞ്ഞി വെക്കൽ. ഇപ്പോൾ എല്ലാവരും ഗോതമ്പത്തിലാണ് കഞ്ഞി വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നല്ല 2 പച്ച തേങ്ങ എടുത്തിന്. ഞാനിവിടെ ഇങ്ങനെ കുറച്ച് തന്നെ എടുത്തിനത് ഗോതമ്പ്. എന്തെല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പിന്നെ പിറ്റന്നാക്കൊന്നും അങ്ങനെ കുടിക്കുകയൊന്നും ചെയ്യാല്ല. അന്ന് പിന്നെ കുട്ടികളും വലിയവരായെങ്കിലും പിന്നെ ഭക്ഷണം കഴിച്ചിട്ടായിട്ട് കുറച്ച് പിന്നെ ബറാത്തിൻ്റെ അതെല്ലാം എടുത്ത് മധുരം കുടിക്കും. പിന്നെ നമ്മൾ പള്ളിക്ക് കൊണ്ടുപോകും. പിന്നെ ബറാത്ത് കഴിഞ്ഞിട്ട് അസർക്ക് നിസ്കാരം നമുക്ക് പിന്നെ മരിച്ചവർക്കെല്ലാം ഓത്തും അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ദുആല നമ്മൾ പെരേന്ന് കഴിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നല്ല ഫാമിലിയെല്ലാം ആയിട്ട് നമ്മൾ പള്ളിക്ക് പോകും. പിന്നെ കാസർഗോഡ് ജമാഅത്ത് പള്ളിയില്ലേ, മലിക്കിനാർ പള്ളി, അവിടത്തേക്ക് പോകും. അങ്ങനെ ഇതാ ഗോതമ്പില്ലേ, ഗോതമ്പ് നല്ലതുപോലെ ഞാനിവിടെ 1 കിലോ ഗോതമ്പന്നെ എടുത്തിന്. പിന്നെ കുറേ ഗോതമ്പ് അരിക്കിലെല്ലാം എടുത്തെങ്കിലേ നല്ല കുറേ ആവും. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ ആരും ഇങ്ങനെ കുടിക്കാമല്ലോ, അപ്പോൾ ഞാൻ 1 കിലോ ഗോതമ്പെടുത്ത് നല്ലതുപോലെ കഴുകിയിട്ട് നല്ല നിറച്ച് വെള്ളം വെച്ച് കുക്കറിൻ്റെ കൈയോളം ഇങ്ങനെ വെള്ളം വെച്ച് കൊടുത്ത് പിന്നെ ഒരു 4-5 വിസിൽ അത് കുക്കിയിട്ടായിട്ട് പിന്നെ ഞാൻ അവിടെ അടിച്ച് വെക്കും. പിന്നെ ഞാനതില്ലേ ഗോതമ്പ് ഗ്യാസിൽ വെച്ചിട്ടാകുമ്പോൾ പിന്നെ ഞാൻ മന്തിക്കുള്ള അരി ഇത് കുതിർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരി ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുതിർത്തിട്ട് വെച്ചു. ഒരു 20 മിനിറ്റ് ഞാൻ കുതിർത്തിട്ട് വെച്ചു. പിന്നെ ഗോതമ്പ് വേവോളം അത് കുതിർത്തിട്ട് വെച്ച് അങ്ങനെ നമ്മൾ മന്തിക്ക് ഞാൻ ഇടത്തിനതില്ലേ 1 കിലോ ഒരു 2 കിലോത്തിൻ്റെ കോഴി ഉണ്ടാവും. പിന്നെ ആ കോഴി എന്തായില്ലെങ്കിലേ മന്തീൻ്റെ കോഴിയല്ല, ഇത് കറി വെക്കാൻ നേരത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറി വേണ്ട, മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മന്തി ആകുമ്പോൾ പിള്ളേരെല്ലാം വയ്ക്കും. പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അല്ലേ ആരും അങ്ങനെ കഴിക്കാമല്ല. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ അത്ര തന്നെ 2 നീരുള്ളി വലിയത് 2 നീരുള്ളി എടുത്ത് പിന്നെ ഒരു 5-6 പച്ചമുളക്, 2 ക്യാപ്സിക്കം, 2 തക്കാളി, അത്ര തന്നെ ഞാൻ എടുത്തിരുന്നത്. പിന്നെ മല്ലിച്ചപ്പ് നല്ലതുപോലെ വേണം, നല്ലൊരു മണത്തിന് അങ്ങനെ. അപ്പോൾ പണ്ടെല്ലാം നമ്മൾ ഉമ്മാറുണ്ടാകുമ്പോൾ അങ്ങനെ ചിക്കൻ കറി വെക്കൽ അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് മുളകും കൊത്തമ്പാരിയും എല്ലാം വറുത്തിട്ട് അതിനെ പൊടിച്ച് പിന്നെ കല്ലിലിട്ടിട്ട് അരച്ചിട്ട് എടുത്തിട്ട് അങ്ങനെ വെക്കൽ. പിന്നെ നെയ്ച്ചോറ് വേണമെങ്കിൽ നെയ്ച്ചോറ് വെക്കും, വെറുംചോറ് വേണമെങ്കിൽ വെറുംചോറ് വെക്കും. ഉമ്മ ഉണ്ട നാളിൽ ഉമ്മ ഉണ്ട നാളിലെല്ലാം ഒരു വേറെ തന്നെ ഒരു പ്രത്യേകത ഒരു ഫീൽ തന്നെ നമുക്ക്. അസർ ലോറ് നിസ്കരിച്ചിട്ട് ഓതാൻ കഴിഞ്ഞെങ്കിൽ നമ്മൾ പിന്നെ അസർ ആവോളം ഓതും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിക്ക് പോകും. പിന്നെ സിയാർത്താക്കാൻ എല്ലാവരും ഖബറും പുറത്തും സിയാർത്താക്കാൻ അങ്ങനെയെല്ലാം പോവും. പിന്നെ ചങ്ങായിമാരെ കാണും. പള്ളീൻ്റെ അടുത്ത് നിന്ന് കുറേ സ്കൂളിൽ പഠിച്ച ചങ്ങായിമാരും മദ്രസയിൽ പഠിച്ച എല്ലാവരും ഒക്കെ കാണും, അവിടെ സംസാരിക്കും. ആ കാലം ഒരു കാലം തന്നെ, ചെറുപ്പത്തിലുള്ളൊരു കാലം. ഇപ്പോൾ അതെല്ലാം പോയി. ഇപ്പോൾ എല്ലാം ന്യൂ ജനറേഷനല്ലേ, ഇപ്പോഴത്തെ പിള്ളമാർക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. മാഷാ അല്ലാ, അതൊരു നാൾ
നാളെ തന്നെ. ഇനി നമുക്ക് അങ്ങനത്തെ ഇതൊന്നും കിട്ടാലോ ഇനിയുള്ളൊരു ജന്മം. അങ്ങനെ ഞാനിതാ പിന്നെ മന്തിക്കുള്ള എല്ലാം ഇവിടെ ഞാൻ മുറിച്ച് തയ്യാറാക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു വെളുത്തുള്ളി, വലിയൊരു വെളുത്തുള്ളിയും പിന്നെ ഒരു അരക്കണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഇടണം. അങ്ങനെ ഇത് നമ്മൾ അതിലേക്ക് നീരുള്ളിയും തക്കാളിയും ഇടിയോട് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇടിയോടെ പിന്നെ ഇഞ്ചി കഷ്ണങ്ങളാക്കിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിക്കന് കറീൻ്റെ പീസാണ് ഇത് മുറിച്ചിനത്. പിന്നെ വിചാരിച്ചു സാരല മന്തി ഉണ്ടാക്കാൻ നമുക്ക് തന്നെ അല്ലേ പെരക്കാർക്കല്ലേ അങ്ങനെത്തെ മന്തി ഉണ്ടാക്കിയ. അപ്പോൾ പിന്നെ അതിലേക്ക് 2 ക്യൂബ് മാഗി ക്യൂബ് രണ്ട് പീസ് തന്നെ. നല്ലോണം നമുക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നില്ല. ഞാനങ്ങനെ മാഗി ക്യൂബ് കുറേ ഇടല്ല, 2 തന്നെ ഇടും. 1 കിലോത്തിന് 2 ഇടും. അങ്ങനെ 2 മാഗി ക്യൂബ് പിന്നെ ഇതിലേക്കല്ലേ മന്തി മസാല ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, മഞ്ഞൾപ്പൊടിയോ ഇട്ടിട്ടില്ല, ഇത് മാത്രം ഇട്ട് കൊടുത്ത്. പിന്നെ 1 ഗ്ലാസ്സിനകത്ത് എണ്ണ ഒഴിച്ച്, ഞാനില്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കൽ, ബട്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എണ്ണ തന്നെ ഒഴിച്ച് കൊടുത്ത്. പിന്നെ അത് നല്ലതുപോലെ മിക്സാക്കി എടുക്കുന്നതിലാണ് കാര്യം. എല്ലാ ചിക്കനിലേക്കല്ലേ നല്ലതുപോലെ അതിൻ്റെ മസാല പിടിക്കണം. നല്ലതുപോലെ മസാല പിടിച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു 10 മിനിറ്റ് മസാല പൊടിച്ചത് എണ്ണയും കൂട്ടിയിട്ടില്ല, 10 മിനിറ്റ് വെച്ച് കൊടുക്കണം, അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണം. പിന്നെ ഉപ്പിടുമ്പോഴേക്കില്ലേ നമ്മൾ സൂക്ഷിക്കണം. എന്തെങ്കിലും നമ്മൾ മാഗി ക്യൂബ് 4 ഇട്ട് കൊടുത്തെങ്കിലേ ഉപ്പ് നല്ലോണം ഇടണത്തില്ല, കുറച്ചിട്ടാൽ മതി. ഇത് ഞാൻ നോക്കിയിട്ടാണ് ഉപ്പിട്ടത്. ഞാൻ 2 മാഗി ക്യൂബെല്ലാം ഇട്ടിനെ, അപ്പോൾ ഞാൻ കുറച്ചധികം ഉപ്പിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് റൈസിലേക്കൊന്നും അങ്ങനെ ഉപ്പ് അങ്ങനെ കൊടുക്കണ്ട, മസാലയ്ക്ക് നല്ലോണം ഇങ്ങനെ ഉപ്പുണ്ടെങ്കിൽ ചിക്കനിലേക്കെല്ലാം നല്ല ഉപ്പ് പൊടിച്ചെങ്കിലല്ലേ നല്ല ഇതുണ്ടാകും, നല്ല ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ, പിന്നെ നമ്മൾ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് വെക്കുമ്പോൾ അല്ലേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൊടുക്കണം, പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ചിക്കൻ്റെ വെള്ളവും പിന്നെ നീരുള്ളി ക്യാപ്സിക്കം നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോഴേക്ക് നമ്മൾ കുക്കറിൽ വെച്ചിട്ടില്ലേ ആ ഗോതമ്പ് നല്ലതുപോലെ വെന്ത്, ഞാനൊരു 5 കൂക്കൽ കൂക്കിയിട്ട് പിന്നെ ഞാനൊരു 10 മിനിറ്റ് വിസിൽ ഇതാക്കിയിട്ട് വെച്ചിന്, ഗ്യാസ് ഓഫാക്കിയിട്ട് വെച്ച്. പിന്നെ ഞാനിലേക്കില്ലേ മറ്റേ വർമസില്ലി ഇട്ട് കൊടുത്തിന്, സേമിയ ഇട്ടെങ്കിൽ പിള്ളേർക്ക് നല്ലത്. അപ്പോൾ ഒരു സേമിയ പായസം പോലെ ആയില്ലേ. പിന്നെ ഗോതമ്പ് മാത്രമെങ്കിലേ ഗോതമ്പിൽ കഞ്ഞി അങ്ങനെ കുടിക്കാല. അപ്പോൾ സേമിയ ഇട്ട് കൊടുത്തെങ്കിൽ അത് പായസം ഒന്നല്ലിട്ട് അവർ കുടിക്കും. ഇത് ഞാൻ ഗോതമ്പ് വെന്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് തുറന്നിട്ടായിട്ട് അതിലേക്ക് ഞാൻ സേമിയ ഇട്ടത് കൊടുത്തത്. അങ്ങനെ ഫസ്റ്റത്തെ
പാലില്ലേ രണ്ടാം പാലിട്ട് കൊടുത്തതായിട്ട് പിന്നെ അടുപ്പിൽ വെക്കാണ്ട് തന്നെ കൂട്ടി കൊടുത്ത് എന്നിട്ടായിട്ട് അതിലേക്ക് പഞ്ചാര ഇട്ട് കൊടുത്ത് ഒരു 4-5 കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുത്ത്. പഞ്ചസാര ഇടുന്നത് പിന്നെ അവരുടെ ഇഷ്ടം പോലെയല്ലേ, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ചിലർക്ക് നല്ലോണം മധുരം വേണം, ചിലർക്ക് നല്ലോണം മധുരം കുറഞ്ഞിട്ടൊക്കെ കിട്ടണം. ഇവിടെ പിള്ളേർക്കും ഞങ്ങൾക്കെല്ലാം ഇഷ്ടമല്ല ഇങ്ങനെ പായസത്തിലേക്ക് ഗോതമ്പ് കഞ്ഞിയിലേക്കെല്ലാം നല്ല മധുരം വേണം. അത് വെള്ളത്തിൻ്റെ ആയെങ്കും പിന്നെ പഞ്ചസാരൻ്റെ ആയെങ്കും നല്ലതുപോലെ മധുരം വേണം. ഇനി ഇതില്ലേ ഗ്യാസിൽ ലോ ഫ്ലെയിം ആക്കിയിട്ട് വെച്ചിട്ട് കൊടുക്കാം. ഇത് ഞാൻ സ്റ്റീലിൻ്റെ ചട്ടി വെക്കും ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ അത് അടുക്കി പിടിക്കാണ്ട് പിന്നെ 5 മിനിറ്റിലേക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഞാനിപ്പോൾ 1 പാലും പിന്നെ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ട് പിന്നെ നല്ലോണം തിളപ്പിക്കണമെന്നില്ല, കുറച്ച് ചൂടാകുമ്പോഴേക്ക് 2 പാലും ഒഴിച്ചിട്ട് കൊടുക്കാം. നല്ല പച്ച തേങ്ങേൻ്റെ പാലായത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പണ്ടെല്ലാം നമ്മളിങ്ങനെ ചെറുപ്പത്തിലല്ലേ ഇങ്ങനെ കഞ്ഞിയാവാൻ ഇങ്ങനെ കാത്തു നിൽക്കുമല്ലോ. അപ്പോൾ ഇത് മാമാരെല്ലാം ഇങ്ങനെ ഉണ്ടപ്പോൾ അവർ അസർ ബാങ്ക് കൊടുക്കാണ്ട് നമുക്ക് കഞ്ഞി കിട്ടാനില്ല. അസർ ബാങ്ക് കൊടുത്തത് ഇത് ഓതിയിട്ടായിട്ടുള്ള തരാമെന്ന് പറയും. ഇപ്പോഴത്തെ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് കഞ്ഞിയായി ബറാത്തിൻ്റെ രാവിലെ ആയെങ്കിൽ രാവിലെ അപ്പോൾ നമുക്ക് ഏത് സമയത്തായെങ്കിലും കഞ്ഞി എടുത്തത് കുടിക്കും. പണ്ടത്തെ നാളിലെല്ലാം അങ്ങനെയാണ്. അങ്ങനെയല്ലേ ഇതാ 2 പാലില്ല നല്ല കട്ടിയുള്ള 2 പാൽ ഒഴിച്ചിട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ ബട്ടറിൽ നെയ്യ് ഉണ്ടായിട്ടില്ല എൻ്റെ അടുത്ത്, ഞാൻ ബട്ടറിൽ പിന്നെ കൊട്ടയും മുന്തിരിങ്ങാവും ഇങ്ങനെ കായ്ച്ചിട്ട് കൂട്ടി കൊടുത്ത്. അപ്പം നമ്മുടെ ഇത് ഗോതമ്പ് പായസം ഇവിടെ റെഡി. ഇനി പിന്നെ മന്തിൻ്റെ അങ്ങനെയല്ല, മന്തിൻ്റെത് ഞാൻ ചിക്കനും അങ്ങനെ എല്ലാം അതിൻ്റെ മസാല ആക്കിയിട്ട് ഇനി ഗ്യാസിൽ വെച്ചിനല്ലേ അത് വെന്തിട്ടായിട്ട് നമുക്ക് അരി ഇട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ചിക്കനല്ലല്ലേ വെന്തില്ലെങ്കിൽ നല്ലോണം വെന്തിട്ടില്ല. അപ്പോൾ ഞാനിത് എയർ ഫ്രൈയിലിടില്ല, ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാലിത് ഇങ്ങനെ ഈ മസാലയൊന്നും എടുത്തിട്ട് ഫ്രൈ ആക്കാമെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. ഇല്ലെങ്കിൽ ഞാനില്ല ബട്ടർ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് പിന്നെ മന്തിൻ്റെ മുകളിൽ വെക്കാൻ. പിന്നെ എനിക്കിഷ്ടമുണ്ട് ഇങ്ങനെ വെന്തിട്ടുണ്ട ചിക്കനില്ലേ, അത് ഭയങ്കര ഇഷ്ടം അങ്ങനെ കഴിക്കാൻ. എയർ ഫ്രൈയിൽ വെച്ച ചിക്കൻ ഇതാ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇതാ മന്തി റൈസ് അവിടെ വെന്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കുറേ ലോങ് ആണെന്നല്ലേ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. മന്തിൻ്റെ അരിയില്ലേ ഇത് നല്ല അരിയാണ്, നല്ല നല്ല ഇങ്ങനെ വെന്ത് ഓടിയുന്നില്ല ഈ റൈസ്. നല്ല എന്തോ ഉണ്ട് ഇതിൻ്റെ പേര് മറന്നു പോയി എനിക്ക്. അങ്ങനെ ഇതാ ഞാൻ മന്തി വെക്കൽ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടം. നല്ല ഗ്രേവി ആയിട്ട് കിട്ടണം, ചോറ്റിനെല്ലാം നല്ല പിന്നെ മസാല ആയിട്ട് നല്ലോണം മസാല അല്ല ഒരു മീഡിയം മസാല ആയിട്ട് കഴിക്കണം. എനിക്കിങ്ങനെ വെറും ചോറ് നല്ലൊരു മസാല ആയിട്ട് ഇങ്ങനെ കിട്ടണം ചോറിലേക്കില്ല. മന്തി എന്നത് ഒരു ചോറ് മാത്രമായിക്കൂടെ ഇങ്ങനെ മസാല ഉള്ളത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ കുറേ ഇങ്ങനെ കുറേ സാധനം മസാല അങ്ങനെ എന്തോ ഇട്ടിട്ടൊന്നുമില്ലല്ലോ, നല്ലോണം ഇങ്ങനെ മസാല ഇടുന്നതിൽ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെ ഇത് നമ്മുടെ മന്തിയെല്ലാം ഇവിടെ റെഡിയായി. പിന്നെ പിള്ളേരെല്ലാം മോനും ഹസ്ബൻഡും എല്ലാവരും പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ചയല്ലേ പള്ളിയിൽ നിന്ന് കഴിഞ്ഞിട്ട് വന്നിട്ട് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇങ്ങനെ ഇത് ഇപ്പോൾ വെച്ചെങ്കിലല്ലേ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് മേശൻ്റെ മുകളിൽ വെച്ചിട്ടായിട്ട് എല്ലാവർക്കും വിളമ്പിത്തായിട്ട് പിന്നെ കൊണ്ടുവെക്കും. ഇങ്ങനെ മന്തി വെക്കുന്നില്ല നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഓരോരാളില്ലേ പിന്നെ മുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, ഒരാളിങ്ങനെ എൻ്റെ മന്തി വെച്ചിനെന്ന് പറഞ്ഞിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാനിങ്ങനെ സിമ്പിളായിട്ട് വെക്കും, സിമ്പിളില്ലെങ്കിൽ കുറേ മസാല കൂട്ടി ഇങ്ങനെ ഒന്നും വെക്കാല. എനിക്കതിനെ ഇഷ്ടമല്ല ഇങ്ങനെ നെയ്ച്ചോറിൽ തന്നെ മറ്റേ മസാല എന്തെല്ലാം ജാതിക്ക അങ്ങനത്തെ എന്തെല്ലാം ഇടുന്നില്ല, അതൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല അങ്ങനത്തെ ഒന്നും ഇടുന്നത്. എനിക്കിങ്ങനെ സിമ്പിളായിട്ട് പിന്നെ കുറച്ച് ബട്ടർ നെയ്യ് ഉപ്പ് അങ്ങനെയെല്ലാം ചോറിലേക്ക് അങ്ങനെ ഇതാക്കുന്നു. പിന്നെ ഒരു ചെറുപുള്ളിൻ്റെ കഷ്ണം അങ്ങനെ എല്ലാം ആക്കിയിട്ട് ഇടുന്നല്ല ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ കുറേ ഹെവി ആയിട്ടുള്ള മസാല ഒന്നും ഞാൻ ഇട്ട് കൊടുക്കാല. മാഷാ അല്ലാഹ് നല്ല കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഫുഡില്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും പിള്ളേർക്കെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് റൈസ് അല്ലേ നല്ല വിട്ട് തന്നെ വരും. നല്ല ഇത് ഈ റൈസില്ല നല്ല പൊടിയാത്തതാണ്. ഓരോരു മന്തി റൈസില്ല പൊടിഞ്ഞു പോന്നു. എനിക്കിങ്ങനെ പൊടിയാത്ത ഇങ്ങനെ
നല്ല വലുതായിട്ട് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അപ്പോൾ നല്ല പൊടിയാത്ത നല്ല റൈസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ബറാത്ത് രാവിലെ വീഡിയോ മന്തീൻ്റെ റെസിപ്പിയും പിന്നെ അതുപോലെ ചക്കര കഞ്ഞിയിലെ ഗോതമ്പ് കഞ്ഞിൻ്റെ റെസിപ്പിയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കാൻ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ പായസമല്ലേ ഗോതമ്പ് പായസം നമ്മൾ കുടിച്ചിട്ട് കഴിഞ്ഞ് ഫസ്റ്റ് പള്ളിയിൽ നിന്ന് കഴിഞ്ഞിട്ട് വന്ന പാടന്നെ എല്ലാവർക്കും അത് ഫസ്റ്റ് കൊടുത്ത്. പിന്നെ ചോറ് കുറച്ച് ലേറ്റായിപ്പോയി, ഒന്നല്ലെങ്കിൽ ദമ്മിടാനെല്ലാം ഉണ്ടല്ലേ, അങ്ങനെ ലേറ്റായിപ്പോയി. പിന്നെ ഒരു 2:30 മണിയാകുമ്പോൾക്ക് ചോറ് കഴിച്ച് പിന്നെ നിസ്കരിക്കാനും ഓതാനും അങ്ങനെയെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.